ധർമ്മസ്ഥലയിൽ SITയുടെ നിർണായക നീക്കം. മണ്ണ് കുഴിച്ചുള്ള പരിശോധന പുതിയിടത്തേക്ക്. കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ബോളൂർ വനമേഖലയിലാണ് തിരച്ചിൽ. ഉച്ചയ്ക്ക് 1:30യോടെയാണ് ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം പരിശോധനയ്ക്കായി എത്തിയത്. മാർക്ക് ചെയ്ത പോയിന്റ് 13-ൽ പരിശോധന നടത്താതെയാണ് സംഘം സാക്ഷി ചൂണ്ടിക്കാട്ടിയ പുതിയിടത്തിൽ തിരച്ചിൽ നടത്തുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, SITയുടെ നിർണായക നീക്കം നടക്കുന്നു. സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പുതിയിടത്താണ് പരിശോധന. വിശദാംശങ്ങൾ. അതെ ഭവ്യ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബോളൂർ വനമേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അതായത് ഈ നേരത്തെ 13-ൽ പരിശോധന നടത്തും. അതായത് ഈ ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്തതാണ് 13. ആ 13-ൽ പരിശോധന നടത്തുമെന്നായിരുന്നു അറിയിപ്പ്. രാവിലെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി 1:30യോടുകൂടി ഈ സംഘം ശുചീകരണ തൊഴിലാളി എത്തുകയായിരുന്നു. പിന്നീട് നേരിട്ട് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ബോളൂർ വനമേഖലയിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ തെളിവിനായി ഇയാൾ ഒരു തലയോട്ടി കുഴിച്ചെടുത്ത സ്ഥലം കൂടിയാണ് ഇത്. ഈ ഭാഗങ്ങളിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അടയാളപ്പെടുത്താത്ത സ്ഥലമാണ്. നേരത്തെ SITക്ക് ചൂണ്ടിക്കാട്ടാത്ത സ്ഥലമായിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായ ഈ തെരച്ചിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ തെരച്ചിൽ എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 2 ദിവസം SITയുടെ ഭാഗത്തു നിന്നും കാര്യമായ പരിശോധന, മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 13 എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞ 3 ദിവസമായി തെരച്ചിൽ നടക്കുമെന്ന് അറിയിച്ചെങ്കിലും അവിടെയും തെരച്ചിൽ നടത്തിയിരുന്നില്ല. ഇപ്പോൾ അത് അവിടെ തൽക്കാലം നിർത്തിവെച്ചു. പുതിയ ഇടത്തിലേക്ക് കടന്നിരിക്കുന്നു. 14-ഉം 15-ഉം മാർക്ക് ചെയ്തിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റുകളിലാണ്. ആ മേഖലകളിലും പരിശോധനയില്ല. ഇപ്പോൾ പുതിയൊരിടം, അത് കൃത്യമായി ഈ സാക്ഷിയുടെ മൊഴിക്കനുസരിച്ച് SIT ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും 6-7 മണിയോടുകൂടിയായിരിക്കും ഈ സംഘം ഇനി ഇതിൽ നിന്നും തിരിച്ചു വരിക, വനത്തിൽ നിന്നും തിരിച്ചു വരിക. ആ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കൂ. കാരണം ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചാൽ അത് ഇതുവഴി തന്നെ പുറത്തേക്ക് കടക്കും. അപ്പോഴാണ് നമുക്ക് ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകാതെ. അല്ലാതെ SITയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു സ്ഥിരീകരണം ഇതുവരെ ഈ മൃതദേഹാവശിഷ്ടം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്നും ഉണ്ടാകില്ല. അത് ഉന്നത ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അത്തരം വിവരങ്ങൾ പുറത്തു പോകരുതെന്നും. അതുകൊണ്ടാണ് SIT അത്തരം വിവരങ്ങൾ പറയാതിരിക്കുന്നതും. എന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 6-7 മണിയോടുകൂടി മാത്രമേ സംഘം തിരിച്ചു വരൂ. രാത്രിയായാൽ പരിശോധനയില്ല. പ്രത്യേകിച്ച് വനമേഖലയാണ്. വലിയ തോതിൽ മരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഒരു പക്ഷേ തുടക്കത്തിൽ ന്യൂസ് 8-ന് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഒരുപാട് കുഴിച്ചിട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു സ്ഥലമുണ്ട്. നമ്മൾ അവിടുന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ സ്ഥലമാണ് ബോളൂർ വനമേഖല. അതായത് ധർമ്മസ്ഥലയിൽ നിന്നും 6-7 കിലോമീറ്റർ മാറിയുള്ള ഒരു വനപ്രദേശം, പൂർണ്ണമായും വനപ്രദേശം. നേരത്തെ ഈ നേത്രാവതി പുഴയോരത്ത് സ്നാനഘട്ടത്തിന് സമീപമൊക്കെയായാണ് തിരച്ചിലെങ്കിൽ അവിടെയാണ് ഈ 1 മുതൽ 13 വരെയുള്ള പോയിന്റ് ഉള്ളത്. അതിൽ നിന്നെല്ലാം മാറി വളരെ ദൂരം മറ്റൊരിടം എന്ന് വേണം ഇതിനെ പറയാൻ. എന്തായാലും ഇപ്പോൾ ഈ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, IPS ഉദ്യോഗസ്ഥരുണ്ട്, SITയുടെ ടീം അംഗങ്ങളുണ്ട്. അഭിഭാഷക സംഘവും ഇപ്പോൾ ശുചീകരണ തൊഴിലാളിക്കൊപ്പം ഈ തെരച്ചിൽ നടത്തുന്നിടത്തേക്ക് പോയി എന്നാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഭാഷക സംഘങ്ങൾക്കും ഈ പരിശോധന നടത്തുന്നിടത്ത് അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഈ ചർച്ചയിലൂടെ ഇവർ ഈ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അഭിഭാഷകരെയും ഈ തെരച്ചിൽ നടത്തുമ്പോൾ അനുവദിക്കണമെന്ന്. JCB ഉപയോഗിച്ചോ അത്തരത്തിലുള്ള പരിശോധനയല്ല, നിറയെ മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ ആഴത്തിലൊന്നുമല്ല കുഴിച്ചിട്ടത്, സാധാരണ നിലയിലാണ് കുഴിച്ചിട്ടതെന്നാണ് സാക്ഷി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടുന്ന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇനി അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. നമ്മളിവിടെ തന്നെ ഉണ്ട്. ഈ നല്ല മഴയാണ് ഈ പ്രദേശത്ത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കനത്ത മഴയാണ്. മാത്രമല്ല ഇതിന് ഒരു 1/2 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം. അങ്ങോട്ട് പോയാൽ റേഞ്ച് വളരെ കുറവാണ്. നമ്മൾ അതിന് തൊട്ട് മാറി ബോളൂർ തന്നെയാണ് നമ്മളുള്ളത്. അതിന് തൊട്ട് മാറിയാണ് നമ്മളിപ്പോൾ ഉള്ളത്, ആ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം. ഇപ്പോൾ ശക്തമായ മഴ ഇപ്പോൾ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുമോ എന്ന് അറിയേണ്ടി വരും. ഏതായാലും ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. 1:30യോട് കൂടിയാണ് അകത്തേക്ക് പോയത്. വനത്തിനകത്തേക്ക്, കൊടും വനമാണ് ഇതിനകത്ത്, ആ വനത്തിനകത്തേക്ക് പോയത്. ഇതിനെന്തായാലും അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും കൂടുതൽ വിവരങ്ങൾ അറിയാൻ. ഭവ്യ. ശരി ബൈജു.